നിലമ്പൂരിൽ അംഗത്തിന് ഇറങ്ങാൻ അൻവർ. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് തന്റെ പോരാട്ടം. വി ഡി സതീശൻ തന്റെ UDF പ്രവേശനം തടഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ്. ഹിറ്റ്ലറിസമാണ് വി ഡി സതീശന്റേത്. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും അൻവർ വ്യക്തമാക്കി. ഞാൻ ഇദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മുഖം തരാതെ പോകുന്നത് എന്താണ് എന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഞാൻ ആലോചിക്കുകയാണ്. ഒരൊറ്റ ആളാണ്, സാക്ഷാൽ പിണറായി വിജയൻ. ഒറ്റക്കാരിയുള്ളൂ, അൻവറിനെ അടുപ്പിക്കരുത്, അൻവറിനെ അടുപ്പിക്കരുത്. ഇടനിലക്കാരാ സംസാരക്കാര്. അടുപ്പിച്ചാൽ എന്താ, അടുപ്പിച്ചാൽ കുഴപ്പമൊന്നും നോക്കണല്ലോ. അദ്ദേഹത്തിന് വായ തുറക്കാൻ പറ്റുന്നില്ല പലരും. ഹിറ്റ്ലറിസം, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അടക്കമെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തിയത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പ്രതിപക്ഷ നേതാവിനെ ഹിറ്റ്ലറായി ഉപമിച്ചുകൊണ്ടായിരുന്നു PV അൻവറിൻ്റെ പരാമർശങ്ങളെല്ലാം തന്നെ. കാരണം ഈ UDFിലേക്കുള്ള തൻ്റെ പ്രവേശനത്തിന് വഴിമുടക്കിയായി നിന്നത് വി ഡി സതീശനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം പിണറായിസത്തിൻ്റെ ആളുകളായി വി ഡി സതീശനും ഒപ്പം ആര്യാടൻ ഷൗക്കത്തും മാറിയിരിക്കുന്നുവെന്നും വ്യക്തമാക്കി. മാത്രവുമല്ല, പിണറായി ഒറ്റയാളാണ് തൻ്റെ UDF പ്രവേശനത്തിന് വിലങ്ങുതടിയായി പ്രവർത്തിച്ചത്. അത് കൃത്യമായി പ്രാവർത്തികമാക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുകയും ചെയ്തു. മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ തന്നെ UDFിലൊപ്പം കൂട്ടണമെന്നായിരുന്നു താല്പര്യം. എന്നാൽ അത് അംഗീകരിക്കാൻ വി ഡി സതീശൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹിറ്റ്ലർ എന്നൊക്കെ പരാമർശിച്ച് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് PV അൻവറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. തൊട്ടു പിന്നാലെ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണം വന്നു തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഐക്യജനാധിപത്യ മുന്നണി കൺവീനർ കൂടിയായ UDF കൺവീനർ കൂടിയ അടൂർ പ്രകാശ് പറഞ്ഞത് അദ്ദേഹത്തെ UDFിലേക്ക് കൊണ്ടുവരുന്നതിന് പരമാവധി ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം തന്നെയാണ് ആ വാതിൽ അടച്ചത് എന്നായിരുന്നു അടൂർ പ്രകാശിൻ്റെ പരാമർശം. ഇത്തരത്തിൽ പല നേതാക്കന്മാരും പറയുന്നുണ്ട്. നിരവധി തവണ UDF നേതാക്കന്മാർ അദ്ദേഹത്തെ UDFിലെ അസോസിയേറ്റ് മെമ്പർ ആക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിയിരുന്നു, ഒപ്പം ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ PV അൻവർ തയ്യാറായില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും PV അൻവർ ഒരു ശബ്ദം കേട്ട് തൊട്ടടുത്തുള്ള ഒരു പൂജാരിയായ ഒരാളാണ് അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇതിപ്പോൾ ഇവിടെ ഈ രണ്ട് പേരും പിണറായി അനുകൂലമായി നിൽക്കുന്ന വക്താക്കളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആര്യൻ ഷൗക്കത്ത് M സ്വരാജ് ഫ്രണ്ട് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ആര്യൻ ഷൗക്കത്ത് പിണറായിയുടെ പിറകിൽ നിന്നാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. താൻ അവിടുത്തെ അല്ലെങ്കിൽ മലപ്പുറത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രതികരിച്ചത്. ഒപ്പം പോലീസിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെയായിരുന്നു താൻ പലപ്പോഴും പ്രവർത്തിച്ചതും. അത്തരം പ്രവർത്തനങ്ങളെയൊക്കെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും പോത്തുപാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രകൃതിക്ഷോഭം ഉണ്ടായ സമയത്ത് ആളുകൾക്കൊപ്പം 1 മാസത്തോളം താൻ ചിലവിട്ടു. അതുകൊണ്ട് തന്നെ ഈ ആളുകളെല്ലാം തന്നോടൊപ്പം നിൽക്കും. അവരിൽ പ്രതീക്ഷയുണ്ട്. ഒപ്പം പിണറായിസത്തിനെതിരെയുള്ള തൻ്റെ പോരാട്ടത്തിന് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നാണ് PV അൻവർ പറയുന്നത്. എന്തായാലും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും, പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഇനി PV അൻവറിന് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ